9 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യക്കൊരു വമ്പൻ ജയം. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ഫൈനലിൽ നേരിടാൻ പോവുകയാണ്. ത്രസിപ്പിക്കുന്ന ജയമാണ്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ചേസ് ചെയ്ത് നേടിയ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണ് ഇത്. 265 റൺസാണ് ഇതിനു മുൻപ് ഇന്ത്യ ചേസ് ചെയ്ത് വിജയം നേടിയ ഏറ്റവും ഉയർന്ന സ്കോർ. നമുക്കിപ്പോൾ സജ്ന സജീവൻ ചേരുകയാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് താരം. സജ്ന, ഗുഡ് മോർണിംഗ്. ഇന്ന് അഭിമാനത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. കാരണം ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റ് താരങ്ങളൊക്കെ തലയുയർത്തി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മൾ ഓസ്ട്രേലിയയെ തകർത്തു. ഇനി ദക്ഷിണാഫ്രിക്ക മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിനപ്പുറത്ത് നമുക്കൊരു കിരീടമുണ്ട്. സജിൻ, എത്രമാത്രം ത്രില്ലിലാണ്? അത് ഇന്നലെ മാച്ച് കഴിഞ്ഞപ്പോ തന്നെ ചെറിയൊരു എന്താ പറയാ, ഒരു 300 റണ്ണൊക്കെ ഒരു സെമിയിൽ അടിക്കാന്ന് പറയുമ്പോ ഒരു പ്രഷറാണ് എന്തായാലും. ബട്ട് അത് ഇങ്ങനെ ഒരു അടിപൊളിയായി ചേസ് ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അതിന്റെ ഇടയിൽ ഷഫാലി തിരിച്ചു വന്നത് ഭയങ്കര സന്തോഷം ഉള്ള കാര്യമായിരുന്നു. ബട്ട് ഷഫാലിക്കും തൻ്റെതായിട്ടുള്ള പൊട്ടൻഷ്യലിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ ജയിച്ചു. ഇനി എന്തായാലും ഇത്രയും നല്ലൊരു മാച്ച് എന്താ പറയാ, സ്വപ്നങ്ങളിൽ മാത്രം ഇത്ര വലിയൊരു ചേസ്. ഇനി നമുക്കറിയാം എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. ഇപ്പൊ അതിന്റെ ഇടയിൽ ഹാരിദീന്റെയും ജമീമേന്റെയും പാർട്ട്ണർഷിപ്പാണ് ക്രൂഷ്യൽ ആയത്. അതിന്റെ ഇടയിൽ നമ്മൾ റിച്ച വന്നിട്ട് നല്ലൊരു എന്താ പറയാ സ്ട്രൈക്ക് റേറ്റിൽ കുറച്ചും കൂടെ ഈസി ആക്കി കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ സൗത്ത് ആഫ്രിക്കനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ 5 വിക്കറ്റ് എടുത്ത ക്യാപ്പ് ഉണ്ട്, ലോറ ഉണ്ട്. അപ്പൊ അവരെല്ലാം ടച്ചിലാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ ഒരു ഗംഭീര വിജയം ഫൈനലിന് മുമ്പ് നമുക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും ഈ തവണ കപ്പ് നമ്മൾ തന്നെ തൂക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇന്നലെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ സ്മൃതി മന്ദാന നമ്മൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് പോയി. പക്ഷേ സ്മൃതിയുടെ ഒരു ക്ലാസ് മാസ് സിക്സർ ഉണ്ടായിരുന്നു ബൗളറുടെ തലയ്ക്ക് മുകളിലൂടെ. ഷെഫാലി ആണെങ്കിൽ ഷെഫാലി 10 റൺസിന് പോയി. പക്ഷേ ഒരു ബൗണ്ടറിയൊക്കെ അടിച്ചാണ്. നമ്മൾ പൃഥ്വി റാവലിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ വന്നു. അപ്പോഴും ഹർമൻപ്രീത് കൗറിൻ്റെയും ജമീമ റോഡ്രിഗസിൻ്റെയും പോരാട്ട വീര്യമാണ് നമ്മൾ കണ്ടത്. ഈ 2 താരങ്ങൾ വ്യക്തിപരമായി സജനക്ക് നന്നായി അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ 2 താരങ്ങളെ മാത്രം ഒന്ന് അടർത്തിയെടുത്ത് നമ്മൾ അവരുടെ ബാറ്റിങ്ങിനെ ഒന്ന് നമ്മൾ വിശകലനം ചെയ്താൽ എങ്ങനെയായിരിക്കും? ലൈക്ക് സ്മൃതി എന്ന് പറയുന്നത് ക്ലാസ് തന്നെയാണ്. ബട്ട് ഇപ്പൊ ഞാൻ WPL മുംബൈ ഇന്ത്യൻസിന് കളിക്കുന്നതാണ്. അപ്പൊ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ടീം എപ്പോഴാണോ ഒരാൾ ആവശ്യം അപ്പൊ ഒക്കെ ക്രീസിൽ കളിക്കുന്നത് ഹർമൻദീപ് തന്നെയാണ്. സോ അത് ഭയങ്കര, നമ്മള് കയ്യിൽ നിന്ന് പോയി എന്നറിയുമ്പോ ഹാരിദീന്റെ ഭാഗത്തു നിന്നുള്ളൊരു അടിപൊളി ഇന്നിങ്സ് ഉണ്ടാവും. പിന്നെ സ്മൃതി ആണെങ്കിലും കഴിഞ്ഞ മാച്ചുകളിലൊക്കെ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന പ്ലെയർ ആണ്. ബട്ട് ഫൈനലില് അത് നമ്മളിപ്പോ എങ്ങനെയാ പറയാ, സ്മൃതി ക്ലാസ്സിയാണ്, സ്കോർ ചെയ്യുന്ന ഒരു ഗൺ മെഷീൻ ആണെന്ന് തന്നെ പറയാം. ബട്ട് ക്രിക്കറ്റ് ആണ്, ചില സമയങ്ങളിൽ പെർഫോമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ബട്ട് എനിക്ക് ഉറപ്പുണ്ട് ഫൈനൽ ആകുമ്പോഴത്തേക്കും സ്മൃതി തിരിച്ചു വരും. ഹർമൻദീന്റെയും സ്മൃതിന്റെയും ജമീന്റെയും പിന്നെ ഏറെ പ്രതീക്ഷിക്കുന്ന ഷഫാലിന്റെ ഭാഗത്തൊന്നും ഒരു നല്ല ഇന്നിങ്സ് വരുമെന്ന് എനിക്ക് അറിയാം. കാരണം ഞാൻ അവരോട് കളിച്ചതാണ്. അവരുടെ പൊട്ടൻഷ്യലും അവരുടെ മൈൻഡ് സെറ്റും എനിക്കറിയാം. ഇടക്കൊക്കെ ഒന്ന് റണ്ണ് വന്നില്ല എന്ന് വെച്ചാലും അവരൊന്നും പാനിക് ആവുന്നവരല്ല. കാരണം അവരുടെ കഴിവ് അവരവരിൽ തന്നെ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. സോ ഒരു ഇന്നിങ്സ് കൊണ്ട് നമ്മൾ ആരെയും തഴയാൻ പറ്റില്ല. അവർ തിരിച്ചു വരും. ഫൈനൽ ആകുമ്പോഴത്തേക്കും ഗംഭീരമായിട്ട് അവർ തിരിച്ചു വരും. അപ്പോൾ ഫൈനൽ ദക്ഷിണാഫ്രിക്കയാണ്. നമുക്കറിയാം കഴിഞ്ഞ ഏകദിന ക്രിക്കറ്റ് പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനലിന്റെ ഒരു തനിയാവർത്തനം വന്നാൽ കപ്പ് ഇവിടെ ഇരിക്കും. അപ്പോൾ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡിക്ഷൻ എന്താണ് സജനയുടെ? തീർച്ചയായും ഞാൻ ഇന്ത്യന്റെ കൂടെയാണ്. അതിപ്പോ പിന്നെ ഒരു ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ സന്തോഷം എന്ന് വെച്ചാല് നമ്മൾ ഫൈനൽ കളിക്കുന്ന 2 പേർക്ക് ഇന്നേ വരെ ഒരു വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. സോ ഒരു ക്രിക്കറ്റർ എന്ന രീതിയിൽ ഇന്ത്യക്കാണ് 100% സപ്പോർട്ടെങ്കിലും ഈവൻ നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ മാക്സിമം ലാസ്റ്റ് ബോൾ വരെ ഫൈറ്റ് ചെയ്തിട്ട് കയ്യിൽ നിന്ന് പോവുക എന്നുള്ള, നമ്മൾ എന്തായാലും കപ്പ് നേടണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് 11 പേരും ഗ്രൗണ്ടിൽ ഇറങ്ങുക. 11 പോരാ, സപ്പോർട്ട് സ്റ്റാഫും പുറത്തിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരൊറ്റ ലക്ഷ്യമായിരിക്കും. ബട്ട് 2 പേർക്കും കിട്ടാത്തത് കൊണ്ട് തന്നെ 2 പേർക്ക് കിട്ടിയാലും ഹാപ്പിയാണ്. ബട്ട് ഇന്ത്യക്ക് കിട്ടിയാല് ഒരു ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന പ്ലെയർ എന്ന രീതിയിൽ ഇതിനേക്കാളും മികച്ച ഒരു എന്താ പറയാ നേട്ടം നമുക്ക് കിട്ടാനില്ല.
ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം അത് രാവിലെ ചേർന്നതിന്. മാത്രമല്ല സജനയെ പോലുള്ള താരങ്ങൾ, ആശാ ശോഭനയെ പോലുള്ള താരങ്ങൾ, മിന്നുമണിയെ പോലുള്ള താരങ്ങൾ എല്ലാം കേരളത്തിൽ നിന്നും ഒരുപാട് പെൺകുട്ടികൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കുപ്പായം സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരാണ്. ഇതേ കളിച്ച് നമ്മൾ ലോകകപ്പിൻ്റെ ഫൈനലിൽ ഒരിക്കൽ കൂടി എത്തുകയാണ്. 7 വട്ടം ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്താണ് നമ്മൾ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാനൊരുങ്ങുന്നത്. ഒറ്റ ജയമകലെ നമുക്ക് അരികെ ആ മോഹക്കപ്പുണ്ട്. ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം മുംബൈയിൽ. താങ്ക് യു സജന സജീവൻ നമുക്കൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.